പോലീസിന് സർക്കാർ വാഹനങ്ങൾക്കും ഇന്ധനം വിതരണം നിർത്തുമെന്ന് പമ്പ് ഉടമകൾ. അടുത്ത മാസം 1 മുതൽ ഇന്ധനം നൽകില്ല. പോലീസിന് മാത്രം ഇന്ധനം നൽകിയ വകയിൽ കുടിശ്ശികയുള്ളത് 200 കോടി രൂപയാണ്. മറ്റ് സർക്കാർ വാഹനങ്ങൾക്ക് കൂടി നൽകിയ തുക കൂടി ചേർത്താൽ ഏതാണ്ട് 2000 കോടി രൂപയാണ് പമ്പ് ഉടമകൾക്ക് സംസ്ഥാന സർക്കാർ നൽകാനുള്ളത്. നേരത്തെയും പോലീസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നുകൊണ്ട് 12 ദിവസത്തേക്കുള്ള ഇന്ധനം മാത്രമാണ് ശേഷിക്കുന്നത്, അതിനുള്ള പണം മാത്രമാണുള്ളതെന്ന് DGP പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു. രശ്മിയുണ്ട്. രശ്മി, പോലീസിൻ്റെ ഈ ഇന്ധന പ്രതിസന്ധി അത് തുടർക്കഥയായി ഇങ്ങനെ വരികയാണ്. ശാശ്വതമായ ഒരു പരിഹാരം അക്കാര്യത്തിൽ കാണാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. ഒപ്പം മറ്റ് സർക്കാർ വാഹനങ്ങളുടെ മുന്നോട്ടുള്ള പോക്കും ഓട്ടവും ഒക്കെ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. നേരത്തെ കത്ത് നൽകിയ വാർത്ത നേരത്തെ പുറത്തു വന്നു. ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രതികരണത്തിന് സംസ്ഥാന പോലീസ് മേധാവിയോ സർക്കാർ വൃത്തങ്ങളോ തയ്യാറായിട്ടുണ്ടോ? രശ്മി, ഇതുവരെ പ്രതികരണത്തിനൊന്നും തന്നെ തയ്യാറായിട്ടില്ല. കാരണം ഇത്രത്തോളം വലിയൊരു തുകയാണ് കുടിശ്ശികയായിട്ടുള്ളത്. 2000 കോടി രൂപയാണ്. ആ ഭീമമായ തുക നൽകി തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആകാം ഇതുവരെയും ഒരു പ്രതികരണം ഉണ്ടാകാത്തത്. സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി നൽകുന്നതാണ് ഈ പെട്രോൾ പമ്പ് ഉടമകളുടെ സംഘടനയുടെ തീരുമാനം. ഈ പോലീസിനും സർക്കാർ വാഹനങ്ങൾക്കും ഇന്ധനം വിതരണം ചെയ്ത വകയിൽ 2000 കോടി രൂപയാണ് സർക്കാർ നൽകാനുള്ളത്. പോലീസ് വാഹനങ്ങൾക്ക് മാത്രം ഇന്ധനം നൽകിയ വകയിൽ പമ്പുടമകൾക്ക് ലഭിക്കാനുള്ളത് 200 കോടി രൂപയാണ്. ഇനി ഏതായാലും ഈ ഭീമമായ തുക കുടിശ്ശികയുള്ളത് കൊണ്ട് തന്നെ ഇന്ധന വിതരണം നിർത്താനാണ് പെട്രോൾ പമ്പുടമകളുടെ തീരുമാനം. അടുത്ത മാസം 1-ാം തീയതി മുതൽ ഇന്ധനം നൽകില്ല എന്നുള്ളത് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ കുടിശ്ശിക തുക നൽകുന്നതിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് പെട്രോൾ പമ്പ് ഉടമകൾ ചീഫ് സെക്രട്ടറിക്കും DGPക്കും കത്ത് നൽകിയിട്ടുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനാൽ പോലീസ് വാഹനങ്ങളിൽ ഇന്ധനം അടിക്കുന്നതിൽ നിയന്ത്രണം വേണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയും അടുത്തിടെ ഈ പോലീസ് സ്റ്റേഷനുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. 12 ദിവസത്തെ തുക അനുവദിച്ചുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി പുറത്തിറക്കിയ ഉത്തരവിലാണ് ഇനി വാഹനങ്ങളിൽ ഇന്ധനം അടിക്കുന്നതിൽ ഒരു നിയന്ത്രണം വേണം. കാരണം 76 ലക്ഷം രൂപ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാ വാഹനങ്ങളും അത്തരത്തിലുള്ളൊരു നിയന്ത്രണം കൊണ്ടുവരണം എന്നുള്ള ഒരു നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവി നൽകിയിരുന്നു. ഇതിൽ നിന്ന് തന്നെ സംസ്ഥാനത്തെ സാഹചര്യം വളരെ വ്യക്തമാണ്. ഏതായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ വാഹനങ്ങൾക്കും പോലീസ് വാഹനങ്ങൾക്കും ഇന്ധനം അടിക്കാതിരിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ളതാണ് ഈ ഭീമമായ തുക. അടുത്തിടയ്ക്കും ഈ പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം അടിക്കുന്ന പേരൂർക്കടയിലെ പമ്പ് താൽക്കാലികമായി അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ചർച്ച നടത്തുകയും കുറച്ചു തുക ഈ പെട്രോൾ പമ്പ് ഉടമകൾക്ക് നൽകുകയും ചെയ്തതിനെ തുടർന്നാണ് വീണ്ടും ഇത് പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയത്. ഏതായാലും സംസ്ഥാനത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട കാര്യങ്ങളാണ് ഈ പോലീസ് വാഹനങ്ങളിലെ പെട്രോൾ അടിക്കാതെ ക്രമസമാധാനം ഉറപ്പാക്കുന്ന കാര്യത്തിലാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന വേളയിൽ ഏറ്റവും കൂടുതലായി ജോലി ചെയ്യേണ്ട ഒരു വിഭാഗമാണ് പോലീസ്. അതോടൊപ്പം തന്നെ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിനും കൂടുതലായി ജോലിയുണ്ട്. പലയിടങ്ങളിലും ഈ തീപിടുത്ത സാധ്യതയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്കും അടിയന്തരമായി എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് പോലീസ്, ഫയർഫോഴ്സ്, മറ്റ് സർക്കാർ വാഹനങ്ങൾ ഇതിനെല്ലാം തന്നെ ഇപ്പോൾ ഇന്ധനം ലഭിക്കാതിരിക്കുകയാണെങ്കിൽ വലിയ രീതിയിലൊരു പ്രതിസന്ധിയായിരിക്കും സംസ്ഥാന സർക്കാർ നേരിടേണ്ടി വരിക. ഉമേഷ്, എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പോലീസിൻ്റെ നിത്യപ്രവർത്തനത്തെ പോലും ഗുരുതരമായ തരത്തിലേക്ക് ബാധിക്കുന്ന രശ്മിയാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.